ഹലോ, എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ്. പിന്നെ ഇന്ന് നമുക്ക് കറിക്ക് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് കായലുവാരത്ത് പോയിട്ട് ലേലം ചെയ്ത് വാങ്ങിച്ച മീനാണ്. കരിമീൻ, പിന്നെ കണമ്പിൻ്റെ കുഞ്ഞുണ്ട്, അതുപോലെ തന്നെ കായലിലെ ഹമൂറ്, ഇങ്ങനത്തെ കുറച്ച് മീനുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഈ മീൻ കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണിച്ചു തരാം. ഈ മീനിൻ്റെ പേരാണ് കണമ്പ്. ഇത് വലിയ കണമ്പാണ്. ഇതിനകത്ത് കട്ട് ചെയ്യാനായിട്ട് കുറച്ച് പാടാണ്. മമ്മിയാണ് ഇത് കട്ട് ചെയ്യുന്നത്. എനിക്ക് കട്ട് ചെയ്യാനായിട്ട് വലിയ വശമില്ല. നമുക്ക് ഇപ്പം മീൻ നല്ല റേറ്റാണ്. കാരണം പോർട്ട് അടവായതുകൊണ്ടാണ് ഇത്ര റേറ്റ് വരുന്നത്. എന്നാലും മീൻ വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വച്ചിരിക്കുകയാണ്. കുറേശ്ശെ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പം ഒരാഴ്ചയൊക്കെ എടുക്കും മീൻ. അപ്പോൾ അതിന് വേണ്ടി വാങ്ങിച്ച് വെച്ചേക്കുവാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പരിനീല നെയ്യൊക്കെ കാണും. കഴിഞ്ഞ അത് എടുക്കുമ്പോൾ കഴുകാൻ നേരത്ത് വൃത്തിയാക്കാം. കൊണ്ടുവെക്കട്ടെ. രാത്രിയിൽ മഴയായിരുന്നു കഴിഞ്ഞ ദിവസം. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പായിരുന്നു. തണുത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഹമൂർ. ഇത് കായലിലെ ഹമൂറാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഫ്രഷായിട്ടിരിക്കുക. ഇത് പരുന്നിയിലാണ്. കണമ്പിൻ്റെ വയറ്റിലിരുന്നതാണ്. ഇത് നമ്മൾ കറിക്കകത്തിട്ട് കഴിക്കാൻ പോവുകയാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കറിക്കകത്തിട്ട് കഴിക്കാൻ പോകുന്നത്. നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതുപോലെ കപ്പയുണ്ടായിരുന്നു. പിന്നെ ഞണ്ട് റോസ്റ്റാണ് ഈ വെന്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പൊടിമീൻ പറ്റിച്ചത്. ഇതെല്ലാം ഒരേ ടൈമിലാണ് മമ്മി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു പ്രത്യേക കഴിവാണ് മമ്മിയുടെ. പിന്നെ നമ്മൾ കറിക്കെല്ലാം ഒരു സെറ്റാക്കി കൊണ്ടിരിക്കുമായിരുന്നു. തേങ്ങ ഇട്ടതിന് ശേഷം മല്ലിപ്പൊടി, ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി,
സവാളയാണ് നമ്മൾ. അല്പം ഇഞ്ചി, അല്ലാണ്ട് വെള്ളം ഒഴിച്ച് അരക്കണം. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. അതിനകത്ത് ഇട്ടില്ല. ഇത് മീൻകറിക്കല്ലേ? ഞണ്ട് റോസ്റ്റ് റെഡിയായി. അങ്ങനെ പിന്നെ ഇത് നമ്മുടെ കറിക്കുള്ള എല്ലാം വെച്ചിരിക്കുകയാണ്. ഇതിനകത്താണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ കറിക്ക് അരപ്പൊഴിച്ചു. അരപ്പിനകത്ത് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് വെച്ചേക്കുവാണ്. നമുക്ക് ആവശ്യം എത്രയാണോ അതനുസരിച്ച് വെള്ളം വെക്കണം. എത്ര വെള്ളം മതിയാ? നോക്കട്ടെ, ഇളക്കി നോക്കാം. എന്നിട്ട് വടക്കമ്പുളിയും പച്ചമുളകും വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു തക്കാളിയും കൂടെ ചേർക്കാം കേട്ടോ. തീരെ വറ്റിച്ചത്. ഇത് വറുക്കാനുള്ള മീനല്ലേ? മുളക് ഇടണം അല്ലേ? പിന്നെ ഇത് മുകളിലിട്ടത് കുരുമുളക് പൊടിയാണ്. ഇത് പീര വറ്റിക്കാൻ വെച്ചേക്കുന്ന അരപ്പിലേക്ക് മീനിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം, ഇതാണ് നമ്മുടെ പരുന്നീൽ. അപ്പോൾ ഇത് നമ്മൾ കറിയിലേക്ക് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ഇത് വേണ്ടവർക്ക് വറുത്ത് വേണമെങ്കിലും കഴിക്കാം. ഇതിനകത്ത് കിടന്ന് വേഗണല്ലേ? അങ്ങനെ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങി. നല്ലോണം തിളയ്ക്കുമ്പോഴാണ് മീൻ വറുത്തിടേണ്ടത്. ഇത്രയും മീനല്ലേ നമ്മൾ കറിക്കിടാൻ പോകുന്നത്. ഇതിനകത്ത് കണമ്പും ഉണ്ട്, ചെറിയ കരിമീനുണ്ട്. മീൻ വേവില്ലാത്തതാണ്. നല്ല അരപ്പ് നല്ലോണം വെന്ത് പറ്റിയിട്ടേ. വേവ് കുറവായ മീനായതുകൊണ്ട് അരപ്പ് നല്ലോണം വെന്ത് പറ്റണം. ഉപ്പൊക്കെ ഇടാം. ഇട്ട് നോക്കണം. തല രണ്ടായിട്ട് പീസാക്കിയ അങ്ങനെ നമ്മുടെ കറി റെഡി ആവട്ടെ. അപ്പം നമുക്കിന്ന് ചോറിൻ്റെ കൂടെ എന്തൊക്കെയോ ഉണ്ടെന്ന് കാണാം. അപ്പോൾ കറിയൊക്കെ വെന്ത് കഴിഞ്ഞായിരുന്നു. ചോറാണ് നമുക്കിന്ന് കഴിക്കാനുള്ളത്. ചോറിൻ്റെ കൂടെ ഉള്ളത് പീര പറ്റിച്ചതാണ്. പീര പറ്റിച്ചത്, പിന്നെ ഞണ്ട് റോസ്റ്റ് കായലിലെ ഞണ്ടാണ്, ചെറിയ ഞണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ കറി. കറിയുടെ തലയാണ്, മീനിൻ്റെ തലയാണ് മുകളിലിരിക്കുന്നത്. തല എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് തല വെച്ചേക്കുന്നത്. പിന്നെ ഇതാണ് പരുന്നീൽ, കറിക്കകത്ത് കടന്ന് വെന്തുപോയി. പിന്നെ നമുക്ക് കപ്പ ഉണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പൊരിച്ച മീൻ ഉണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.